രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ ഓം ശനീശ്വരായ നമഃ. ഏറ്റുമാനിക്കാൻ ഭക്തജനങ്ങൾ ഇല്ലാന്നുള്ളതാണ് ഭഗവാന്റെ പരിതാപം. ഇപ്പോൾ ആ ശുഷ്കമായ ഭക്തജനങ്ങൾ ഇനിയും ഭക്തജനങ്ങൾ വരണം. അപ്പോൾ വലിയ ആ നാളുകൾ ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകണം. ഇപ്പോൾ ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിറയെ വന്ന് പ്രസാദം തീർത്ഥവും പ്രസാദവും വാങ്ങിക്കണം. അപ്പോൾ തീർത്ഥവും പ്രസാദം വാങ്ങിക്കുന്നത് എല്ലാവരും പലരും പല രീതിയിലാണ്. നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ച് വേണം തീർത്ഥം വാങ്ങിക്കാനായിട്ട്. ഇങ്ങനെ കൈ ഇങ്ങനെ ഈ ചുണ്ടുവരവ് തള്ളാതിരിക്കോട്ട് മടക്കി ഇങ്ങനെ കുഴിഞ്ഞ് നമ്മൾ ആ വലത് കൈയിലെ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കണം. അപ്പം ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ ആ ചന്ദ്രമണ്ഡലം പറയുന്നു ഉള്ളം കൈ ചന്ദ്രനെ അതിൽ തെളിഞ്ഞ് കാണാമെന്ന് പറയും. അപ്പം അങ്ങനെ ആ തീർത്ഥം അതിൽ വീണ് കഴിഞ്ഞാൽ അതൊന്ന് സേവിക്കാം. അതിങ്ങനെ ഇങ്ങനെ ചുണ്ടിൽ തട്ടുമ്പോൾ ആ തീർത്ഥം തീരണം. അത് നീരുമായി കലരാൻ പാടില്ല. ഇന്നത്തെ തീർന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ശിരസിൽ കുടയാവും. നമ്മളെ ശിരസിലേ കുടയാവും. അടുത്ത് നിൽക്കുന്ന ആളുടെ ശിരസിൽ ശാന്തിക്കാരന്റെ മുഖത്തും ഒന്നും തീർത്ത് കഴിയാൻ പാടില്ല. കഴിഞ്ഞാൽ പിന്നെ പ്രസാദമായിരുന്നു. പലരും ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്, ചിലർ ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്, ചിലർ ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെ കൈ കാണിക്കണം. ഇതാണ് ഇങ്ങനെ കൈ കാണിക്കണം. ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ താങ്ങി കാണിക്കാൻ അത് പാടില്ല. രണ്ട് കൈ ചേർത്ത് തന്നെ നമ്മൾ പ്രസാദം സ്വീകരിക്കണം. അത് പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തരുന്നതാണ്. ഭഗവാൻ നേരത്തെ വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു ആളിനെ ഇരുത്തിയിട്ടാണ് നമ്മൾ ഭഗവാൻ പ്രസാദം തരുന്നത്. അപ്പൊ ആ ഭഗവാനെ നിന്ദിക്കണമെന്ന് തുല്യമാണ് നമ്മൾ ഒരു കൈ കൊണ്ട് വാങ്ങിച്ചാൽ. നമ്മൾ കടയിൽ സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ പലരും വാങ്ങിക്കുന്നത്. അത് പാടില്ല. ഭവ്യതയോടുകൂടി ആദരവോടുകൂടി നമ്മൾ പ്രസാദം വാങ്ങിക്കും. അത് ഏത് ക്ഷേത്രത്തിൽ പോയാലും അങ്ങനെ തന്നെ പാടുള്ളൂ. പിന്നെ കഴിയുന്നതും ഈ പല സ്ത്രീകളും കുറ്റം പറയുന്നതല്ല, മുടി അഴിച്ചിട്ടാണ് എല്ലാവരും ക്ഷേത്രത്തിൽ വരുന്നത്. ഒന്നും പാടില്ല. നാലമ്പലത്തിനകത്ത് മുടി മുമ്പെങ്കിലും കെട്ടിയിട്ട് അറിയാം. കുട്ടികളെയും പറഞ്ഞു കൊടുക്കില്ല. പിന്നെ കുളിച്ച് ശുദ്ധാവസ്ഥയായിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. ശുദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ നനച്ച് അല്ലെങ്കിൽ അലക്കി തേച്ച വസ്ത്രം, അത് കടും നിറത്തിലുള്ള വസ്ത്രങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുളിച്ചാലൊന്നും തൊടാത്തവനെ കണ്ടാൽ ഒന്നും കൂടെ കുളിക്കണമെന്ന് പറയാറുണ്ട്. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ നെറ്റിയിൽ ഭസ്മമോ ചന്ദനമോ കുങ്കുമോ എന്തെങ്കിലും നമ്മൾ ധരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ഒന്ന് പ്രസാദം സ്വീകരിക്കണം. ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർ വീടുകളിലൊക്കെ അറിയാം അത് പറയുന്നത് എന്തിനാണ്. അത് അങ്ങനെ പറയിക്കാൻ പാടില്ല. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പൊട്ട് എന്തെങ്കിലും വേണം. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ഒന്ന് പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മോതിരകൾ കൊണ്ട് ചന്ദനം വാങ്ങിച്ചു കഴിഞ്ഞാൽ
അമ്മ എട്ടമ്മയും പോറ്റമ്മയുണ്ട്. പോറ്റമ്മയാരാണ്? പ്രകൃതി. പ്രകൃതിയാണ് നമുക്കെല്ലാം തരുന്നത്. നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള ജലവും കഴിക്കാനുള്ള ആഹാരമൊക്കെ പ്രകൃതിയാണ് തരുന്നത്. അപ്പൊ ആ പ്രകൃതി എന്നുള്ള അമ്മയെ നമ്മൾ ആദ്യം വന്നിട്ട് രണ്ടാമത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു വലയിട്ട് കഴിഞ്ഞാൽ നമ്മളെ പെറ്റമ്മയും പോറ്റമ്മയും നമ്മൾ മരിച്ചതിന് തുല്യമാണ്. അപ്പൊ അത്രയും കഴിയുമ്പോൾ ആ ചങ്ങനം നമ്മൾ തീരണം. പിന്നെ അടുത്ത ചുവരിലും ഒന്നും കൊണ്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെയുള്ള പ്രസാദം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാം. അത് അതിൻ്റെതായ ആ ഭക്തിയോടുകൂടി നമ്മൾ പ്രസാദം സൂക്ഷിക്കണം. അത് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളത് വീടുകളിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ തട്ടുചവറുകൾ കഴിച്ച് കൂട്ടിയിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ആ പൂവും ക്ഷേത്രത്തിൽ കിട്ടുന്ന ചന്ദനവും ഒന്നും കൊണ്ടുവന്നിട്ടരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിലോ അല്ലെങ്കിൽ പറയലല്ലാത്ത ഭാഗത്തോ ഒക്കെ നമുക്ക് വയ്ക്കാം. ഒരിക്കലും ചവറുകൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രസാദം ഉണ്ടാകാൻ പാടില്ല. ഭഗവാനെ തിരസ്കരിക്കുന്നതിന് പുണ്യമാണ്. നാമജലം നാമജലത്തിന്റെ പ്രസക്തി നമ്മുടെ വീട്ടില് നടന്നു തെളിച്ച് നാമം ജപിക്കുക. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്ന് അകത്ത് പ്രദക്ഷിണം വയ്ക്കുക. അകത്ത് പ്രദക്ഷിണം വയ്ക്കുന്ന എല്ലാവരും വളരെ വെപ്രാളത്തോടുകൂടി വന്ന് ഒന്ന് കൈയെടുത്ത് കാണിച്ചിട്ട് അത് പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ കൈ നെഞ്ചിൽ വെച്ചോട് തന്നെ നമ്മൾ പദപ്രദക്ഷിണം വയ്ക്കണം. പദപ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാദവും അടിവെച്ച് നടക്കണമെന്നാണ്. അപ്പോ ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഒരു കൂടെ എണ്ണ തലയിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ വേണം പ്രദക്ഷിണം വയ്ക്കാനുള്ളത് എന്നാണ് വിശ്വാസം. അങ്ങനെ പറയുന്നത് കൂടുതൽ അമ്മമാരാണ് വരിക്കുന്നത്, അവർക്കറിയാമല്ലോ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ക്ഷേത്രത്തിൽ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. ആ പ്രദക്ഷിണം പൂർത്തിയായാൽ ഇവിടെ സ്വാമിക്ക് 4 പ്രദക്ഷിണമാണ്. അപ്പോൾ അകത്ത് ചിലർ 1 വയ്ക്കാറുണ്ട്, ചിലർ 3 വയ്ക്കാറുണ്ട്, ചിലർ ഒന്നും വയ്ക്കാറില്ല. അത് പാടില്ല. പ്രദക്ഷിണം ഒന്നെങ്കിലും വച്ച് വേണം നമ്മൾ തൊഴാൻ. പുറത്തും അതേപോലെ പ്രദക്ഷിണം വയ്ക്കണം. പുറത്തിറങ്ങി പ്രസാദം വാങ്ങിച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു പ്രദക്ഷിണം വെച്ച് പിന്നെ നമ്മൾ ശാസ്താവിനെ ശിഷ്യമ്മയൊക്കെ കണ്ട് തൊഴുത് അതുവഴി കാവില് കയറി തൊഴാൻ പാടില്ല. പുറത്തു നിന്ന് കാവില് സന്ധിച്ചതിന് ശേഷം ഭഗവതിയുടെ മലയിൽ പോയി അവിടെ തൊഴുത് തിരിച്ച് നമുക്ക് പോകാം. ഇത് പോകുമ്പോൾ വീട്ടിൽ പ്രസാദം കൊണ്ടുപോയാൽ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ പ്രസാദം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താം. വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാം. നമ്മൾ അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ നോക്കുമ്പോൾ നമ്മളാണ് ആ ഭഗവാനെ തെളിഞ്ഞ് കാണാന്നുള്ളത്. അപ്പം ആ ഭഗവാൻ സ്വയം നമ്മളായി എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാനോട് നമ്മൾ കുശല പ്രശ്നങ്ങൾ നടത്തുക. മനസ്സിൽ പുറത്തല്ല. അപ്പോൾ ഭഗവാൻ നമ്മളോട് മനസ്സിൽ തിരിച്ച് സംസാരിക്കും. നമ്മൾ ആ വിഗ്രഹത്തിൽ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം. നമ്മളാ സ്വയം ഭഗവാനെ നോക്കി നമ്മളാ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഭഗവാൻ എന്ന് സ്വയം സങ്കല്പിച്ച് നമ്മൾ ആ വിഗ്രഹത്തിൽ നോക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹവർഷം നമ്മൾ ആ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവിലോട്ട് വരുമ്പോൾ അത് നമുക്ക് പല കാര്യങ്ങളും ഭഗവാനോട് ചോദിക്കാൻ തോന്നും. അങ്ങനെ ആ ചിന്തിക്കുന്ന ഭഗവാനെ കണ്ട് നമ്മളും തിരിച്ച് അതേപോലെ മനസ്സിൽ സംസാരിക്കുക. കൂടുതൽ ഉറച്ച് സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ വേറെ പാടില്ല. അപ്പൊ വരുന്ന കുർബാനിക്കുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും. മനസ്സ് ഏകാഗ്രമായിട്ട് ഭഗവാനെ നമ്മൾ വിളിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കും. പിന്നെ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഈ നാട്ടിൽ ജനിച്ചോളന്നാണ്. അപ്പോ അതിന് ഭഗവാനായിട്ട് നിങ്ങൾ
പ്രാർത്ഥിക്കുക. പറ്റുന്ന സമയത്ത് അത്രയും വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുമ്പിൽ കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കണം. എല്ലാവരും വന്നാലും പോകാനായിട്ട് തത്വമാണ് പാടില്ല. ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച് ഉപദേവന്മാരെല്ലാം പ്രദക്ഷിണം വെച്ച് പ്രസാദം സ്വീകരിച്ച് എവിടെയെങ്കിലും ക്ഷേത്രം നൽകാത്ത ഏത് ഭാഗത്തിരുന്ന് നാമം ജപിച്ചാലും കുഴപ്പമില്ല, വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ അവിടെ ഇരുന്നിട്ട് പോകും. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആരാധന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതൊരു മഹാക്ഷേത്രമാണ്. ഈ ചുറ്റുവട്ടത്തുള്ള ഈ നാലായിരം ദേശത്തിൻ്റെ അധികമായിട്ടാണ് ശ്രീനാരായണ കൂടുതലുണ്ട്. ഈ ദേശത്തിൻ്റെ അധികമാണ്. അപ്പോൾ നമ്മൾ ആ ഭഗവാന്റെ രാജപ്രൗഢിയുണ്ട്. നമ്മളൊന്ന് കാണുമ്പോൾ ആ പ്രജകളെ ഒരു രാജാവ് എങ്ങനെയാണ് നോക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഭഗവാൻ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹകലകൾ നമ്മളെ ഏറ്റുവാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും വന്ന് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കുക. എന്നാൽ ആദ്യം ഭഗവാന്റെ ധ്വജസ്തംഭത്തിനെ വളർത്തണമെന്നാണ്. അത് ഭഗവാന്റെ ധ്വജസ്തംഭത്തിൻ്റെ മുകളിലിരിക്കുന്ന വാഹനത്തിനെ നമ്മൾ തൊഴുകണം. മുകളിലോട്ട് നോക്കി വാഹനത്തിനെ തൊഴുതിട്ട് നമ്മൾ പുറത്ത് പ്രദക്ഷിണം വയ്ക്കണം. പുറത്ത് പ്രദക്ഷിണം വെച്ച് ആദ്യം വരുന്നത് കാണുമ്പോൾ വേദനയാണ് ആദ്യം കാണുന്നത്. അപ്പം ആദ്യം കണ്ട വേദന ഒന്ന് വണങ്ങണം. അത് കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ച് കാണുമ്പോൾ നമ്മൾ കാണുന്നത് യക്ഷി എണ്ണയാണ്. അപ്പോൾ യക്ഷി എണ്ണയും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണം വെച്ച് പൂർത്തിയാക്കുക. നേരെ നാളെ വന്ന് തിരുമലത്തിൻ്റെ ഇടതുഭാഗത്തൂടെ നാളത്തിനകത്തോട്ട് പ്രവേശിക്കും. വലിയ വീട്ടിലിൻ്റെ ഇടതുഭാഗത്തൂടെ നമ്മൾ പ്രദക്ഷിണം വന്നു. അപ്പോൾ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിളക്ക് തെളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അകത്തോട്ട് നമുക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ദീപം ഉണ്ടെങ്കിൽ അവിടെ വേഗമുണ്ട്. നട സമയമാണെങ്കിൽ നമ്മൾ ആ വെളിക്കല്ലിൽ വന്നാൽ വെളിക്കപ്പറയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിത്യ നാമകത്തോടെ ഒഴുകയോടെ ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിൽക്കുക. അപ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ വിളക്ക് തെളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് പോയി ഭഗവാനെ തൊഴുക. ആദ്യം നമ്മൾ ആദ്യം പ്രധാനമായിട്ടുള്ള ശ്രീനാരായണ സ്വാമി വന്നിച്ചതിന് ശേഷം ഇപ്പുറത്ത് വന്ന് ഗണപതിയെയും കൃഷ്ണനെയും വന്ദിക്കുക. അതിനുശേഷം പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ അകത്ത് നാളമ്പലത്തിനകത്ത് ബലിവട്ടത്തിൻ്റെ പുറത്തൂടെ വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കാനായിട്ട്. എന്നിട്ടിവിടെ വലിയ വിശാലമായുള്ള നാളമ്പലമായോട് ഓടി ബലിവട്ടത്തിനകത്തൂടെ പ്രദക്ഷിണം വെച്ച് ഓടും പോലെ ഓടി അറിയുന്ന പോകുന്നതാണ് പാടുന്നത്. ഗണപതിയെ നമുക്ക് ഒഴിവാക്കി ഗണപതിയെ വന്നിച്ചാൽ നമ്മൾ ആ മാതൃകലിൻ്റെ അതിലൂടെ ഒരു പ്രദക്ഷിണം സാധാരണ തൊഴുകയോടുകൂടി പ്രദക്ഷിണം വയ്ക്കും. അപ്പം തൊഴുകുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിയാൻ ഭാഗത്തിന് ഭാഗമായിട്ടുള്ള താമരമുണ്ട്. നമ്മുടെ ഹൃദയമാകുന്ന താമരമുണ്ട്. ഹൃദയം താമരപ്പൂവിൻ്റെ ആകൃതി എന്നാണ് പറയുന്നത്. താമരത്തിൻ്റെ ആകൃതിയാണ് നമ്മുടെ ഹൃദയം. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആത്മാവ് കുടികൊള്ളുന്നത് എന്നാണ് കണ്ടത്. നമ്മൾ ഈ ഹൃദയം തിരിയാൻ പോകുന്ന താമരത്തിൻ്റെ ആകൃതിയിൽ കൈ ഇങ്ങനെ പൂക്കുകയോടുകൂടി ഈ തള്ളകൾ നമ്മൾ ആ ഹൃദയത്തിൻ്റെ ആ നെഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നമ്മൾ തൊഴുവാണ്. അത് മലയ്ക്ക് നേരെ നിന്ന് തൊഴുവാണ്. ഒന്ന് ചരിഞ്ഞ് ആ ഭഗവാന്റെ ദേശാദിവാദം പാതാളേശം നമ്മൾ മാല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാണെങ്കിലും ആ ഭഗവാനെ നാവാദൂടെ നമ്മൾ തൊഴണം. ഭഗവാന്റെ കിരീടം മുതൽ ആ കിരീടം, നെറ്റി, പുരികങ്ങൾ, കണ്ണുകൾ, മൂക്ക്, ആ 2 ദേവന്മാരും കൂടെ ചേർന്നിട്ടുള്ള വിഗ്രഹമാണ്. അതിൽ
ശക്തന്മാരായ ഒരേ പ്രാധാന്യത്തിലുള്ള രണ്ട് ദേവന്മാർ ഒരേ ശിലയിൽ കുടികൊണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ആ അഭിഷേകം തീർന്നവരെ അവിടെ നിന്ന് ഭഗവാന്റെ ആ അനുഗ്രഹങ്ങൾ നമ്മളെ ഏറ്റുകാണിച്ച് കൊണ്ട് മാത്രം പ്രസാദം സ്വീകരിച്ചു പോകും. പൂജ സമയമാണെങ്കിൽ നൈവേദ്യ സമയമാണെങ്കിൽ പുറത്ത് മാറി നിന്ന് ആ നൈവേദ്യം കഴിഞ്ഞിട്ട് പൂജാ സമയത്ത് അകത്ത് ആളിനെ കയറ്റുന്ന സമയത്ത് അകത്ത് കയറി പ്രാർത്ഥനയോടെ നിന്ന് ആ ദീപാരാധന കണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങളായിട്ട് വാങ്ങിയിട്ട് പ്രസാദം സ്വീകരിച്ചുകൊണ്ട് പോകും. പിന്നെ പ്രദക്ഷിണം എപ്പോഴും പുറത്ത് കൂടുതൽ വയ്ക്കും. അകത്ത് 2 പ്രദക്ഷിണം വെച്ചാൽ പുറത്ത് 2 പ്രദക്ഷിണം കൂടുതൽ വെച്ചിട്ട് പോകും. പുറത്ത് പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പ്രദക്ഷിണത്തിന് കൂടുതൽ ഫലം കിട്ടും. പുറത്ത് പ്രദക്ഷിണം കൂടുതൽ വെച്ചാൽ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടുതൽ വേണം 3 പ്രദക്ഷിണം വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ കഴിയുമെങ്കിൽ പുറത്തേക്ക് കൂടുതൽ പ്രദക്ഷിണം വയ്ക്കാൻ നോക്കുക. നമ്മൾ വീട്ടിൽ വിളക്ക് തെളിക്കുമ്പോൾ ഇടിഞ്ഞില് ചിരാതില് എള്ളിട്ട് വെള്ളം നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് തെളിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിലവിളക്ക് തെളിക്കാം. അത് കഴിഞ്ഞാൽ വിളക്കിൻ്റെ ചുവട്ടിൽ വെറും തറയിലല്ല എന്തെങ്കിലും പായോ പീഠമോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ലെങ്കിൽ പേപ്പറോ ഇട്ടിട്ട് അതിലിരുന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ പായലാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും സ്വയം ഭഗവാനായിട്ട് മാറിയിട്ടാണ് നമ്മൾ ഭഗവാൻ ഇപ്പോൾ പൂജ ശരീശ്വര പൂജ നടത്തിയത്. അതേപോലെ വിളക്ക് തെളിക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ പരദേവത അല്ലെങ്കിൽ നമ്മളെ പ്രധാനപ്പെട്ട ദേവനെ മനസ്സിൽ വിചാരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ആ ദേവനായിട്ട് നമ്മൾ മാറിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് നമ്മളങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെതായ ഫലം കിട്ടും. അപ്പൊ നമ്മളെപ്പോഴും നാമം ജപിക്കുക പറ്റുന്ന സമയത്ത്. കാരണം ഇപ്പൊ കലികാലത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. അത് നാമജപത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. നാമജപം അപ്പൊ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട് ഋതുവായ പെണ്ണിനും നാമം ജപിക്കണം. ഹരി നാമകീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നാരായണനായ നാരായണനാമം നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ജപിക്കാം. നാരായണനാമം എപ്പോഴും ഏത് സമയത്തും നമുക്ക് നാരായണനാമം ഏത് സമയത്തും നമുക്ക് ചൊല്ലാം. വെറും നാരായണം ആ നാരായണനാമം ചൊല്ലുമ്പോൾ നമുക്ക് നാരായണ നാരായണനാമം എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് പശി എടുക്കണം. പശി എന്ന് പറഞ്ഞാൽ അതിൽ 2 അർത്ഥമുണ്ട്, ആഗ്രഹവും വിശപ്പും. നമ്മളെ മനുഷ്യർക്ക് എല്ലാവർക്കും ഈ 2 സാധനങ്ങൾ ഒരിക്കലും തികയാറില്ല. വിശപ്പും പൂർത്തിയാവില്ല, ആഗ്രഹങ്ങളും പൂർത്തിയാവില്ല. കിട്ടിയാൽ വീണ്ടും വീണ്ടും വേണം, അത് പോരാ എന്നുള്ളൊരു തോന്നലാണ്. അത് പാടില്ല. ആ സമയത്ത് അത്രയും നമ്മൾ നാരായണനാമം ജപിക്കണമെന്നാണ്. നാരായണനാമം നമ്മൾ ജപിച്ചാൽ വേറെ ഒരു നാമം ജപിക്കണമെന്നല്ല, പക്ഷെ നാരായണനാമം നമുക്ക് ഏത് സമയത്തും ജപിക്കാം. പഞ്ചാക്ഷരം ജപിക്കണമെങ്കിൽ പഞ്ചാക്ഷരി ജപിക്കണമെങ്കിൽ അതിന് സമയമുണ്ട്. ആ സമയത്ത് അത് പാടുണ്ട്. ആ ഓം നമ ശിവായ എന്ന് തന്നെ പറയണം. പക്ഷെ നാരായണനാമാണെങ്കിൽ ഓം നമോ നാരായണ എന്ന് നമ്മൾ പറയണ്ട, വെറും നാരായണ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് ആ ഭഗവാനുള്ള വ്യത്യാസം. ഭഗവതിക്കാണെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ആ ദേവീ കീർത്തനങ്ങളും ദേവീ നാമങ്ങളും ഒക്കെ ചൊല്ലാവും. അതിന് സമയമുണ്ട്, രാവിലെയും വൈകുന്നേരമൊക്കെ പാടുന്നു. അതേസമയം നാരായണ നാമം നമുക്ക് എപ്പോഴും ഏത് സമയവും നമുക്ക് ചൊല്ലാം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ആ വിളക്ക് തെളിച്ചാൽ ആ നാരായണ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജോലി വീട്ടിൽ
അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്താണെങ്കിലും പുറത്ത് ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് നാരായണനാമം മനസ്സിൽ ഉരുവിടാം. അങ്ങനെ ആ നാരായണനാമം നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ ഏതൊരു ആപൽഘട്ടത്തിലും പല പ്രതിസന്ധി സമയത്ത് നമുക്ക് ഭഗവാൻ ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ നമുക്ക് തീർച്ചയായിട്ടും ഒരു സഹായിയായിട്ട് വെളിപ്പുറത്തുണ്ടാവും. ഭഗവാൻ നേരിട്ട് നമുക്ക് ഒന്നും തന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് വേണ്ട. അത് ചിലപ്പോൾ ആളായിട്ടായിരിക്കും, ചിലപ്പോൾ പണമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു വണ്ടിയായിട്ടായിരിക്കാം, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. അത് നാരായണനാമം എപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ ജപിക്കാൻ ശീലിപ്പിക്കുക. കാലത്ത് പറ്റുമെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്ത് വൈകുന്നേരം സന്ധ്യ സമയത്ത് നമ്മൾ പിന്നെ ഈ കുട്ടികളെ കഴിയുന്നത് ആഴ്ച ഒരു ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴുത് ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് നാമജപത്തോടുകൂടിയുള്ള പ്രദക്ഷിണം അതൊക്കെ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഗീതാപഠനം സത്സംഗങ്ങൾ ഇതൊക്കെ കുട്ടികൾക്ക് എടുത്തു കൊടുത്ത് ആ ഭാഗവത കഥകളും രാമായണ കഥകളും അതിൻ്റെ തത്വങ്ങളും അതൊക്കെ എന്തിനാണ് എന്നുള്ളതൊക്കെ കുട്ടികളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി വരുന്ന തലമുറയോട് ഇതൊന്നും അറിയാതെ പോകരുത്. ഈ വരുന്ന തലമുറയ്ക്കൊക്കെ തെളിവുകളാണ് ആവശ്യം. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർ ചോദിക്കുന്ന അതിന് തെളിവുണ്ടോന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആ തെളിവ് എന്താണെന്ന് നമ്മൾ അവരെ കാണിച്ച് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ വരുന്ന തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയാവണം. കുട്ടികൾ ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോയാൽ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്ന് അമ്മയോട് പറയുക. അമ്മയെ സുഹൃത്തായി കണ്ടിട്ട് സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഇപ്പോൾ പല രീതിയിലുള്ള കഥകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീടുകളിൽ ഒന്ന് അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറയുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ അതിനൊരു നല്ലൊരു ടീച്ചറുമായിട്ട് നമ്മൾ എപ്പോഴും ഒരു സൗഹൃദം സ്ഥാപിച്ച് ആ ടീച്ചറുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവുക. ഇതൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുക. വീട്ടിലുള്ള ആൾക്കാർ കുട്ടികളെ കൊണ്ട് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് എല്ലാ കഥകളും അവരോട് ചോദിക്കുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. കുട്ടികളെ പ്രേരിപ്പിക്കുക. ഇനി ഇതേപോലുള്ള സംരംഭങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കുടുംബത്തിൽ ചെയ്യാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നാമം